ചതുരത്തിന്റെ അരികിലുള്ള ഒരു കുന്നിൻ മുകളിലേക്ക് പതുക്കെ വളയുന്ന ഒരു പാതയിലൂടെയാണ് ഈ അറകൾ സ്ഥിതിചെയ്യുന്നത്. ഒരു ദുഷ്ടൻ നരകത്തിൽ നേരിടേണ്ടി വരുന്ന വേദനാജനകമായ അനുഭവങ്ങൾ ചിത്രീകരിച്ചുകൊണ്ട് മോശം പെരുമാറ്റത്തെ നിരുത്സാഹപ്പെടുത്താൻ ഈ അറകൾ ലക്ഷ്യമിടുന്നതിനാൽ പാതയിലൂടെയുള്ള നടത്തത്തെ ജ്ഞാനോദയത്തിലേക്കുള്ള യാത്ര എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്ക് 10 നരക അറകളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊരു എത്തിനോട്ടം നടത്താം. ചൈനീസ് വിശ്വാസം അനുസരിച്ച് 1-ാം നരക അറ മരിച്ച വ്യക്തിയുടെ സ്വഭാവവും മുൻകാല പ്രവൃത്തികളും മറച്ചുവെച്ച് അയാൾക്ക് എവിടെ ശിക്ഷ ലഭിക്കണമെന്ന് തീരുമാനിക്കുന്നതാണ്. അവിടെ നിന്ന് വേർതിരിക്കുമ്പോൾ ഒരു നല്ല വ്യക്തിയെ സ്വർഗീയ മണ്ഡലത്തിലോ അല്ലെങ്കിൽ മഹാനന്ദത്തിൻ്റെ പടിഞ്ഞാറൻ ശുദ്ധഭൂമിയിലോ പുനർജന്മത്തിനായി അയക്കും. ഒരു ദുഷ്ടനെ നരകത്തിലെ ശേഷിക്കുന്ന 9 അറകളിൽ ഒന്നിലേക്ക് അയക്കും. അവയിൽ ഓരോന്നിനും വ്യത്യസ്ത അളവിലുള്ള ശിക്ഷകൾ ചുമത്താൻ അധികാരവും അവകാശവും ഉണ്ട്. അതിനാൽ മരിച്ചവരുടെ പുതിയതായി വരുന്ന എല്ലാ ആത്മാക്കളും 1-ാം നരകത്തിലേക്ക് പോകണം. അവിടെ നിന്നാണ് പിന്നെ ബാക്കി. അപ്പോൾ 1-ാം നരകത്തിലേക്ക് പോയ ശേഷം അവിടെ 1-ാം അറയുടെ രാജാവായ ചിൻ ക്വാങ് വാങ് അവരുടെ വിധി നിർണയിക്കുന്നതാണ്. നമുക്ക് 2-ാമത്തെ അറയിലേക്ക് പോകുമ്പം സമുദ്രത്തിന് അടിയിൽ സ്ഥിതി ചെയ്യുന്നതായി പറയപ്പെടുന്ന 2-ാമത്തെ നരക അറ പുരുഷന്മാരെയോ സ്ത്രീകളെയോ തട്ടിക്കൊണ്ടുപോയവർ, തങ്ങളുടേതല്ലാത്ത സ്വത്തുക്കൾ കൈവശപ്പെടുത്തിയവർ, മറ്റുള്ളവർക്ക് ശാരീരിക ഉപദ്രവം വരുത്തിയവർ എന്നിവരെയാണ് പ്രത്യേകിച്ച് കൈകാര്യം ചെയ്യുന്നത്. രോഗികളെ വഞ്ചിക്കുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്ത ഡോക്ടർമാർ, വ്യഭിചാര ദമ്പതികൾ, പുത്രബാധ്യതകൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ആത്മഹത്യ ചെയ്തവർ എന്നിവർക്കും ഇവിടെ ശിക്ഷ ലഭിക്കും. 3-ാമത്തെ അറ നന്ദികെട്ടവരോ വിശ്വസ്തതയില്ലാത്തവരോ ആയ ആളുകൾക്കും കള്ളന്മാർക്കും ശിക്ഷ വിധിക്കുന്നതിനായിരുന്നു 3-ാമത്തെ നരക അറ. 4-ാമത്തെ നികുതി വെട്ടിപ്പ്, ഭീഷണിപ്പെടുത്തൽ, അശ്രദ്ധ എന്നീ കുറ്റങ്ങൾക്ക് കുറ്റക്കാരായവരെ ശിക്ഷിക്കുന്നത് 4-ാമത്തെ ചേംബറിലാണ്.
കണ്ടോ ഹെൽത്ത് എത്ര ഹെല്ല് ഇത് എത്രാമത്തെയാ 7th 8th 9th ഹെല്ലായി. ഇനി നമ്മളെല്ലാ ഹെല്ലിലേക്കും കയറി പോകുന്നതാണ്. ബലാത്സംഗം, കൊലപാതകം, അടിപിടി എന്നീ കുറ്റങ്ങൾക്ക് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവരെ 5ാം ചേംബർ പരിഗണിക്കും. നശീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരോ മതത്തോട് അനാദരവ് കാണിച്ചവരോ 6ാം ചേംബറിൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ 7ാമത്തെ വന്നല്ലോ. മനുഷ്യക്കടത്ത്, ഗർഭചിത്രം, ചൂതാട്ടം, മറ്റു സത്യസന്ധമല്ലാത്ത പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയാണ് 7ാമത്തെ നരക അറ കാത്തിരിക്കുന്നത്. നമ്മുടെ 8ാം ചാമ്പറിന്റെ ശിക്ഷാവിധി എന്തൊക്കെയാന്ന് വെച്ചാൽ, മാതാപിതാക്കളോട് ഉത്രഭക്തിയും മുതിർന്നവരോട് ബഹുമാനവും കാണിക്കാത്ത ആളുകളെ 8ാം ചേംബർ ശിക്ഷിക്കുന്നു. വലിയ ശിക്ഷയൊന്നുമല്ല, എന്നാലും ഓക്കെ. ഒൻപതാമത്തെ ചേംബർ വസ്തുവകകൾ കത്തിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ കൈകാര്യം ഇവിടെ ചെയ്യുന്നു. അതേസമയം ഈ 10ാമത്തെ ചേംബർ പുനർജന്മത്തിൻ്റെയും കാര്യങ്ങളിൽ സ്ഥലം, രൂപം, ലിംഗഭേദം എന്നിവ തീരുമാനിക്കുന്നു. അടുത്ത ജന്മത്തിൽ എന്തൊക്കെ വേണമെന്നുള്ളത്. നരക അറകളിലേക്കുള്ള യാത്ര എല്ലാവർക്കും ഒരു വിദ്യാഭ്യാസ യാത്രയായിരിക്കാമെങ്കിലും പരമ്പരാഗത ചൈനീസ് വിശ്വാസങ്ങളുടെ മൂലക്കല്ലായ ബുദ്ധമതത്തിലെ കാരണഫല തത്വങ്ങളെക്കുറിച്ച് കാര്യമായ അറിവില്ലാത്ത ആളുകൾക്ക് ഇത് ഒരു കണ്ണു തുറപ്പിക്കുന്ന ഒരു യാത്രയെ കൂടിയായിരിക്കും. ദുഷ്ടന്മാർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഭയാനകമായ വിധി കണ്ടതിന് ശേഷം കുന്നിൻ പാതയിലൂടെ നടക്കുമ്പോൾ കൂടുതൽ സന്തോഷകരമായ കാഴ്ചയാണ് കാത്തിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് കൃപയോടെ ഇറങ്ങി വരുന്ന 7 യക്ഷികളുടെ പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഫുക്ലോക് സൗ, ഭാഗ്യം, ജ്ഞാനം, ദീർഘായുസ് എന്നീ 3 ദേവന്മാരും വാങ് മോ ലിയാങ് മാതൃദേവത സ്വർഗീയ രഥത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് കാണാം. അവസാനമായിട്ടാണ് ചിങ്സ്വി ഗുഹാക്ഷേത്രത്തിലേക്കുള്ള സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നതിനായി പ്രവേശന കവാടത്തിൽ നിൽക്കുന്ന 9 നിറങ്ങളിലുള്ള ഡ്രാഗൺ വാൾ ഓഫ് ലക്ക് ഉണ്ട്. വ്യത്യസ്ത സ്വഭാവവും നിറവും 9 ഡ്രാഗണുകളിൽ ഓരോന്നും ഒരു പ്രത്യേക തരം ഭാഗ്യത്തെ പ്രതിനിധീകരിക്കുന്നു. പുരാതന ചൈനയിലെ നാടോടികൾക്ക് അനുസരിച്ച് ഒരു പണ്ഡിതൻ സാമ്രാജ്യത്വ പരീക്ഷ എഴുതാനുള്ള യാത്രയിൽ ഒരു മഞ്ഞ വ്യാളിയെ കണ്ടുമുട്ടിയാൽ അയാൾ ഉയർന്ന മാർക്ക് നേടുകയും ഇംപീരിയൽ കൊട്ടാരത്തിൽ മഞ്ഞ വസ്ത്രം ധരിച്ച ചക്രവർത്തിയെ സേവിക്കുന്ന ഒരു ഉയർന്ന റാങ്കിലുള്ള മന്ദാരിൻ ഉദ്യോഗസ്ഥനാകുകയും ചെയ്യുമായിരുന്നു.